എന്തുകൊണ്ട് ഈ ഹൈ ഹീൽ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ നടുവേദന ഉണ്ടാകും? ശ്രദ്ധിച്ചാൽ മതി, ഹൈ ഹീലുള്ള ആൾക്കാർ നടക്കുമ്പോൾ ശരീരം ബാക്കിലേക്ക് വളച്ചാർച്ച് ഇതായിരിക്കും നടക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഭാരം നമ്മുടെ കാൽപ്പത്തിയിലോട്ട് കടന്നു പോകുന്ന ടോട്ടൽ മെക്കാനിസം തന്നെ മാറുകയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അജയ്, വിധ മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴയിലെ സീനിയർ കൺസൾട്ടന്റ് ഓർത്തോപെഡിഷനായി സേവനമനുഷ്ഠിക്കുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവേദനയും ഉയരമുള്ള ഹീലുള്ള ഹൈ ഹീൽ ചെരുപ്പുകളും തമ്മിലുള്ള ഒരു അസോസിയേഷനെ പറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ അടുത്തിടെയായിട്ട് ഹൈ ഹീലുള്ള ചെരുപ്പുകളുടെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒ പിയിൽ വരുന്ന നടുവേദനകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഹൈ ഹീൽ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ നടുവേദന ഉണ്ടാകുന്നു? ഒരു സംശയമാണ്, രോഗികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ്. അതിൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശരീരം നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും നമ്മുടെ കാൽപാദം നേരെ നിലത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാരം കൃത്യമായിട്ട് ഉപ്പൂറ്റി വഴി നമ്മുടെ വിരലുകളുടെ ഭാഗത്തേക്ക് എത്തി ഗ്രൗണ്ടിലോട്ട് പോകുന്നത്. ഇത് തന്നെ നമ്മൾ ഹൈ ഹീലുള്ള ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റി പൊങ്ങിയും വിരലുകൾ ഇങ്ങനെ താഴേക്കുമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാരം ഈ ഉപ്പൂറ്റിയിൽ വരാതെ ഉപ്പൂറ്റിയെ ബൈപ്പാസ് ചെയ്ത് നേരെ ഈ കാലിന്റെ വിരലുകളുടെ ഭാഗത്തേക്കാണ് ഭാരം വരുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഭാരം നമ്മുടെ കാൽപ്പത്തിയിലോട്ട് കടന്നു പോകുന്ന ടോട്ടൽ മെക്കാനിസം തന്നെ മാറുകയാണ് നമ്മൾ ഹൈ ഹീലുള്ള ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ. അതിന്റെ മെയിൻ കാരണം ആ ഹീലിന്റെ ഹൈറ്റാണ്. നമ്മൾ ഹൈറ്റ് കൂടുതലുള്ള ഹീൽ ഉപയോഗിക്കുമ്പോൾ കാലിന്റെ പത്തി ഇങ്ങനെ മുമ്പോട്ട് നല്ല വളഞ്ഞിരിക്കുകയും അത് കാരണം ഈ വിരലുകളുടെ ഭാഗത്ത് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വരികയും ചെയ്യും. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം നമ്മൾ ബാക്കിലോട്ട് കുറച്ച് ആർച്ച് ചെയ്തു. ശ്രദ്ധിച്ചാൽ മതി, ഹൈ ഹീലുള്ള ആൾക്കാർ നടക്കുമ്പോൾ അവരുടെ നടു ബാക്കിലോട്ട് വളച്ച് ശരീരം ബാക്കിലേക്ക് വളച്ച് ആർച്ച് ചെയ്തായിരിക്കും നടക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു നടപ്പിന്റെ പൊസിഷൻ കൊണ്ടാണ് പലർക്കും നടുവേദന ഉണ്ടാകുന്നത്. നമ്മുടെ കാലിന്റെ പത്തി ഇങ്ങനെ വരേണ്ട കാൽപത്തി ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാരം മൊത്തത്തിലായിട്ട് നോർമൽ രീതിയിലല്ല താഴേക്ക് ട്രാൻസ്മിറ്റ് ആവുന്നത്. ആ ഒരു പ്രശ്നം കാരണം നടു ഓവറായിട്ട് വളച്ച് നടക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ ഹൈ ഹീൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നടുവേദന ഉണ്ടാകുന്നത്. അതിൽ ഹീലിന്റെ പോയിന്റിനേക്കാളും കൂടുതൽ ഹീലിന്റെ ഹൈറ്റാണ് അവിടുത്തെ ഒരു മെയിൻ ഫാക്ടർ. അപ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ഹീലോ അല്ലെങ്കിൽ പോയിന്റഡ് ഹീലിന് പകരം കുറച്ച് ബ്രോഡായിട്ടുള്ള ഹീലോ ഉപയോഗിക്കുകയാണെങ്കിൽ, ഹീൽ ഉപയോഗിക്കണം നിർബന്ധമുള്ള ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ നടുവേദനയ്ക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതല്ല, ഹീൽ ഉപയോഗിക്കണം നിർബന്ധമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും ഹീൽ ഒഴിവാക്കി ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പ് ഉപയോഗിക്കുന്നതാണ് വേദന മാറാൻ ഏറ്റവും നല്ലത്. പലപ്പോഴും അത് മാത്രം ചെയ്താൽ മതി വേദന മാറാൻ, മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മുടെ ഹീൽ ഒഴിവാക്കി നമ്മുടെ നടപ്പ് നമ്മുടെ കാലിന്റെ ഭാഗത്തിൽ കൂടെ നമ്മുടെ ശരീരത്തിന്റെ ഭാരം നോർമലായിട്ട് കടന്നു പോകാൻ തുടങ്ങുമ്പോൾ തന്നെ നടുവിന്റെ ഭാഗത്തേക്കുള്ള സ്ട്രെയിൻ കുറയും, നടുവിന്റെ വേദനയും കുറയും.